കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയും മുസ്ലിം ലീഗ് നേതാവുമായ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതേസമയം ഷിംജിതയെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? ഈ ഷിംജിത മുസ്തഫ ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക്കിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ മനം നൊന്ന് മനോവിഷമത്തിലായിരുന്നു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ജീവനൊടുക്കിയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ഈ ഷിംജിത. ഈ ഷിംജിതയ്ക്കായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഈ മെഡിക്കൽ കോളേജ് പോലീസ് ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഷിംജിത ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഈ പോലീസിന്റെ വിശദമായ റിപ്പോർട്ട് അനുസരിച്ച് ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിന്റെ ഭാഗമായി ജാമ്യം നൽകിയിരുന്നില്ല. എന്നാൽ ഇന്നലെ പോലീസ് 2 ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഷിംജിതയെ 5 മണിവരെ പോലീസിന് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു. ഈ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പോലീസ് ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ വിശദമായി ചോദ്യം ചെയ്യലിൽ ഈ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഷിംജിതയും ഈ മരിച്ച ഈ ദീപക്കും തമ്മിൽ മുൻബന്ധങ്ങളോ അല്ലെങ്കിൽ മുൻ വൈരാഗ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരാളാണ് ഈ ദീപക് എന്ന് ഷിംജിത പറയുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ മറുചോദ്യമായിരുന്നു, അങ്ങനെയെങ്കിൽ ഈ ലൈംഗികാരോപണം ഉന്നയിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ബസ്സിലെ ജീവനക്കാരോട് പറഞ്ഞില്ല? 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എന്തിനു പോസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഷിംജിതയോട് ചോദിച്ചിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഷിംജിതയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഇത്തരത്തിൽ ഷിംജിത വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ മനോവിഷമത്തിലാണ് ഈ ദീപക് ആത്മഹത്യ ചെയ്തത്. ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്നുള്ളതായിരുന്നു ഈ പോലീസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഷിംജിതയുടെ ജാമ്യം ഈ കോടതി തള്ളിയത്. എന്നാൽ ഇന്നും ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഷിംജിതയെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഇന്നലെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഷിംജിത മുസ്തഫയ്ക്ക് ഇന്ന് ജാമ്യം ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് പുറത്തുവരുന്നത്. കൃഷ്ണരാജ്. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് വിശദാംശങ്ങൾ നൽകിയത്.